ഒരു വീട്, സ്റ്റെബിലിറ്റി, നല്ലൊരു ഫ്യൂച്ചർ. വെൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നെയാണ് ഇന്ത്യയിലെ 5.5 കോടി ജനങ്ങൾ പറ്റിക്കപ്പെട്ടത്. എ സ്കാം വർത്ത് മോർ ദാൻ 50,000 crore. ലെറ്റ്സ് ബ്രേക്ക് ഡൗൺ ദ PACL സ്കാം, ഇന്ത്യസ് ലാർജസ്റ്റ് ലാൻഡ് സ്കാം. ഇത് നിർമ്മൽ സിംഗ് ബാംഗു, പഴയ മിൽക്ക്മാൻ ആണ്, ടേൺ സ്കാംസ്റ്റർ. 70s കൊൽക്കത്തയിലേക്ക് മൂവ് ചെയ്ത ബാംഗു പയ്യെ ഷേഡി ഇൻവെസ്റ്റ്മെന്റ്സിനെ പറ്റിയൊക്കെ പഠിച്ച് 1996 PACL ലോഞ്ച് ചെയ്തു. ആൻഡ് ഹിസ് പിച്ച്, നമ്മുടെ കൂടെ ഇൻവെസ്റ്റ് ചെയ്യൂ, നമ്മൾ ലാൻഡ് വാങ്ങി അത് ഡെവലപ്പ് ചെയ്ത് അതിൽ നിന്ന് ഹൈ റിട്ടേൺ ഉണ്ടാകും. ദാറ്റ് വാസ് ഹിസ് പ്രോമിസ്. പക്ഷെ കൂടുതൽ ആളുകൾക്കും ലാൻഡ് കിട്ടിയില്ല, ഡെവലപ്മെന്റ് കിട്ടിയില്ല, റിയൽ വാല്യൂ പോലും കിട്ടിയില്ല. അവർക്ക് ആകെ കിട്ടിയത് ലക്ഷങ്ങളുടെ പ്രിന്റഡ് റെസീപ്റ്റ്സും ഫേക്ക് അലോട്ട്മെന്റ് ലെറ്റേഴ്സും ആണ്. PACL ഒരു വലിയ ഏജന്റ് നെറ്റ്വർക്ക് ഉണ്ടാക്കി, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ. എന്നിട്ട് അവിടുത്തെ ലക്ഷക്കണക്കിനായ ആളുകളെ അവരുടെ ഭാവി സുരക്ഷിതമാക്കാനാണെന്ന് വിശ്വസിപ്പിച്ചു. ടോട്ടൽ 5.5 കോടി ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തു. ആൻഡ് ദ സ്കാം സൈസ് മോർ ദാൻ 50,000 crore, ചില സ്റ്റേറ്റുകളുടെ ആനുവൽ ബഡ്ജറ്റിനേക്കാളും കൂടുതൽ. സെബി അങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. പക്ഷേ അപ്പോഴേക്കും ഷെൽ കമ്പനീസിലോട്ട് റിയൽ എസ്റ്റേറ്റിലോട്ടും ഒക്കെ പണം മൂവ് ചെയ്യപ്പെട്ടിരുന്നു. അതിൻ്റെ മുകളിൽ കൂടെ റീഫണ്ട് കിട്ടാനെന്നും പറഞ്ഞ് ആളുകളുടെ നിന്ന് പിന്നെ അവർ പണം വാങ്ങി. അങ്ങനെ 2016 ബാംഗുവിനെ അറസ്റ്റ് ചെയ്തു. ബട്ട് ദ ഡാമേജ് ഹാഡ് ഓൾറെഡി ബീൻ ഡൺ. 17,000 രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് എന്തെങ്കിലും റീഫണ്ട് കിട്ടി. സെബി ഒരു റീഫണ്ട് പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും കോടിക്കണക്കിന് ജനങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല. അപ്പോൾ ഡോണ്ട് ഗെറ്റ് ബ്ലൈൻഡഡ് ബൈ ബിഗ് പ്രോമിസസ്, വെരിഫൈ ബിഫോർ യു ഇൻവെസ്റ്റ്. നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും സ്കാമിൽ പെട്ടിട്ടുണ്ടെങ്കിൽ കോമന്റ് ബിലോ.